നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൂടുതൽ പ്രവാസി വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ശരീരത്തിൽ മൈക്രോചിപ്പ് ഘടിപ്പിച്ചുകൊണ്ട് പുതിയ പരിഷ്കാരത്തിന് തയ്യാറെടുക്കുകയാണ് ദുബായ്. ഏറ്റവും സുരക്ഷിതമായ നഗരമെന്ന പേരുകൂടി ദുബായ്ക്ക് നിലനിൽക്കുമ്പോൾ ഈ പരിഷ്കാരം രാജ്യത്താകമാനം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുക തന്നെ ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് പ്രവാസികൾക്കും കൂടി ബാധകമാകുമ്പോൾ ദുബായിയുടെ ഈ പരിഷ്കാരം ലോകശ്രദ്ധ തന്നെ പിടിച്ചുപറ്റും, ഒപ്പം കൈയടിയും. വാർത്തയിലേക്ക്. മനുഷ്യ ശരീരത്തിൽ മൈക്രോചിപ്പ് ഘടിപ്പിക്കാനൊരുങ്ങുകയാണ് എത്തിസലാത്ത്. 10 മുതൽ 20 വർഷം വരെ മനുഷ്യ ശരീരത്തിലിരുന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന മൈക്രോചിപ്പാണ് ഘടിപ്പിക്കുന്നത്. ഇത്തരം മൈക്രോചിപ്പുകളിൽ ഒരാളുടെ മെഡിക്കൽ വിവരങ്ങൾ, രഹസ്യ കോഡുകൾ മുതലായ വിവരങ്ങൾ ചിപ്പിൽ സൂക്ഷിക്കാൻ കഴിയുമെന്നാണ് എത്തിസലാത്തിന്റെ അവകാശവാദമെന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ ജൈറ്റെക്സ് സാങ്കേതിക മേളയിലാണ് ഈ പുതിയ ആശയത്തെ എത്തിസലാത്ത് സന്ദർശകർക്കായി പരിചയപ്പെടുത്തിയത്. സ്വീഡിഷ് കമ്പനിയായ ബയോഹോക്സ് ഇന്റർനാഷണലുമായി സഹകരിച്ചാണ് എത്തിസലാത്ത് പദ്ധതി നടപ്പാക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തരം മൈക്രോചിപ്പുകൾ ഒരാളുടെ ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിൽ തൊലിക്കടിയിലാണ് ഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അരിമണിയുടെ മാത്രം വലിപ്പമുള്ള ചിപ്പ് ശരീരത്തിൽ ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. വാക്സിൻ എടുക്കുന്ന വേഗത്തിൽ ചിപ്പ് തൊലിക്കടിയിൽ കുത്തിവെക്കാമെന്ന് ബയോഹോക്സ് ഇന്റർനാഷണൽ സ്ഥാപകനും സിഇഒയുമായ ജോവാൻ ഓസ്റ്റർലാൻഡ് പറയുകയുണ്ടായി. പുതിയ സാങ്കേതിക വിദ്യ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് ജൈറ്റെക്സ് വേദിയിൽ വെച്ച് കമ്പനി പരിചയപ്പെടുത്തുകയും ചെയ്തു. ആരോഗ്യ മന്ത്രാലയം, ധനമന്ത്രാലയം എന്നിവയുൾപ്പെടെ നിരവധി മന്ത്രാലയങ്ങൾ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിൽ താൽപര്യം പ്രകടിപ്പിക്കുകയും സ്വീഡിഷ് കമ്പനിയുമായി ഇതിനോടകം തന്നെ ചർച്ച നടത്തുകയും ചെയ്തതായാണ് വിവരം. ഇത്തരം ആയിരക്കണക്കിന് ചിപ്പുകൾ സ്വീഡനിലും യൂറോപ്പിലും നിർമ്മിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ബയോകോമ്പാക്റ്റബിൾ NFC ഇമ്പാക്ട് തടസ്സമില്ലാതെ ഡിജിറ്റൽ ഇടപാടുകൾ നടത്താൻ സഹായിക്കും. 607 ദിർഹമാണ് ഈ മൈക്രോചിപ്പിന്റെ വില. വിദ്യാർത്ഥികൾക്ക് 50% കിഴിവുമുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.